അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഭൂമിയിൽ എന്തെങ്കിലും ഒന്ന് ചെയ്യണമെങ്കിൽ അത് ഉസ്താദ് അറിയാതെ ഒന്നും ചെയ്യില്ല എന്ന് പറഞ്ഞപ്പോൾ തിരുത്താത്തവർ ശ്രദ്ധിക്കുക. സ്കൂൾ അനുവദിക്കാത്തതിന്റെ പേരിൽ മുൻ വിദ്യാഭ്യാസ മന്ത്രി നാലകത്ത് സൂപ്പിയോട് അന്റെ വാപ്പാന്റെതാണോ സ്കൂൾ എന്ന് സ്വന്തം പ്രസിഡന്റ് ചോദിച്ചപ്പോൾ അണികൾ തക്ബീർ മുഴക്കിയിട്ടും മിണ്ടാതിരുന്ന ഉസ്താദ് കണ്ണിയത്തിന്റെ കറപുരളാത്ത ജീവിതം അടർത്തിയെടുത്ത് തെക്കുവയുടെ താഴികക്കുടം തോർത്ത് ജീവിച്ച കാളമ്പാടി ഉസ്താദ്, ഒരു മനുഷ്യനെ പോലും നോവിക്കാത്ത ആ മഹാരഥനെ കാളമ്പാടി ഉസ്താദ് സമസ്ത പ്രസിഡന്റായപ്പോ മൂരി കമ്പനിക്ക് കാള പ്രസിഡന്റ് നഴോതുമില്ല എന്ന് സ്വന്തം തെറിപ്രഭാഷകർ കളിയാക്കിയപ്പോ കുലുങ്ങിച്ചിരിച്ച് തിരുത്താത്തവർ, അതെ കുഫ്രിയത്തിലേക്ക് പോലും നയിക്കുന്ന പ്രസ്താവന നടത്തിയ പ്രഭാഷകരെ തിരുത്താത്തവർ, ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഏകാധിപതിയുടെ ഭരണാധിപത്യത്തിനെതിരെ പ്രതികരിച്ച സ്വാമിജിയെ തിരുത്താൻ കെൽപ്പ് കാണിച്ചിട്ടുണ്ടെങ്കിൽ ഈ മുതലക്കുളം മൈതാനി പറയുന്നു, അറബിക്കടലമാലകളിലേക്ക് ഈ സമുദായം നിങ്ങളെ വലിച്ചെറിയുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ഈ സദസ്സിനെ അഭിമുഖീകരിച്ചുകൊണ്ട് സ്വാമിജി സംവദിക്കുന്നു. സാദരം സവിനയം ക്ഷണിക്കുന്നു. സമസ്ത ജമയത്തുൽ ഉലമ സംഘടിപ്പിച്ചിട്ടുള്ള ഈ ശരീഅത്ത് സംരക്ഷണ സമ്മേളനത്തിൽ വേദിയിലും സദസ്സിലും സന്നിഹിതരായിരിക്കുന്ന എല്ലാ ബഹുമാന്യ വ്യക്തിത്വങ്ങൾക്കും ഞാൻ എൻ്റെ എല്ലാവിധത്തിലുള്ള ഹൃദയാഭിവാദ്യങ്ങളും നേരുകയാണ്. അങ്ങനെ ഒരാളുടെയും ഏകാധിപത്യം അനുവദിക്കുന്ന പ്രശ്നം ഒരു ജനാധിപത്യ വിശ്വാസി എന്ന നിലയിൽ എനിക്കില്ല, ഒരാളുടെയും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ നരേന്ദ്രമോദിക്ക് എതിരായിരിക്കുന്നത്, RSSന് എതിരായിരിക്കുന്നത്, ISന് എതിരായിരിക്കുന്നത്, അഡോൾഫ് ഹിറ്റ്ലർക്ക് എതിരായിരിക്കുന്നത്, മുസോളിനിക്ക് എതിരായിരിക്കുന്നത്. ഒരു പരിധി വരെ ഒരുപാട് നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും അടിയന്തരാവസ്ഥയ്ക്കും എതിരായിരിക്കും. ഇന്ദിരാഗാന്ധിയെ ഉദ്ദേശിച്ചാണ് ഞാൻ പറഞ്ഞത്. ഇതാണ് നമ്മുടെ നിലപാട്. ഞാൻ ഈ നിലപാട് തറയിൽ നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. മറ്റു കാര്യങ്ങളൊക്കെ പോട്ടെ, വേറെ കാര്യങ്ങളാണ്. ഇവിടെ നരേന്ദ്രമോദി എന്ന് പറയുന്ന ഒരാള് ഇപ്പൊ ഗുജറാത്തിൽ നിന്ന് നമ്മുടെ നാടിന്റെ പ്രധാനമന്ത്രിയായിട്ട് നമ്മുടെ ഒക്കെ ഗതികേട് കൊണ്ട് വന്ന് പെട്ടിട്ടുണ്ട്. അയാള് തലയ്ക്ക് വെളിവില്ലാത്ത ആളാണെന്ന് തെളിയിച്ചു എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനിപ്പോൾ അതൊന്നും കൂടി തിരുത്തുകയാണ്. കാരണം തലയ്ക്ക് വെളിവില്ലാത്ത ആളാണ് നരേന്ദ്രമോദി എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ തിരുത്തി മതസൗഹാർദ്ദം ഉണ്ടാക്കാൻ പോകുന്ന വിശ്വമത പണ്ഡിതന്മാര് നമ്മുടെ നാട്ടിൽ ഉണ്ട്. അപ്പോ അവരോടൊന്നും വർത്തമാനം പറഞ്ഞ് നിൽക്കാനുള്ള സമയം എനിക്കില്ല. എനിക്ക് വേറെ പണിയുണ്ട്, ജോലിയുണ്ട്, അതുകൊണ്ടാണ്. അപ്പോ ഞാനത് ഒന്നും കൂടി തിരുത്തുകയാണ്. ഇപ്പോ അയാൾക്ക് തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞാലല്ലേ കുറ്റം എന്നാണല്ലോ പറയുന്നത്. ഞാൻ മറ്റൊരു പദം ഉപയോഗിക്കുകയാണ്. അയാൾ ഇപ്പോൾ ഇന്ത്യൻ പ്രധാനമന്ത്രി കസേരയിലിരിക്കുന്ന നരേന്ദ്രമോദി എന്ന കുമ്മനം രാജശേഖരനെ പോലുള്ള RSS പ്രചാരകൻ ഇന്ത്യ കണ്ടതിൽ വെച്ചല്ല, ലോകം കണ്ടതിൽ വെച്ചല്ല, ഒരുപക്ഷെ ഇനി ലോകം കാണാനിരിക്കുന്നതിൽ വെച്ചും ഏറ്റവും വലിയ ജനവഞ്ചകനായ പ്രധാനമന്ത്രിയാണ്. ഏറ്റവും വലിയ വഞ്ചകനായ പ്രധാനമന്ത്രിയാണ്. ഞാൻ നേരത്തെ പറഞ്ഞത് കുറച്ചും കൂടി നല്ലതാണെന്ന് ഇപ്പോൾ വിശ്വമത പണ്ഡിതന്മാർക്ക് തോന്നിയാൽ നന്നായിരിക്കും. കാരണം ഒരാള് വിവരദോഷിയാണ് എന്ന് പറയുന്നത് ഒരർത്ഥത്തിൽ ഒരു അനുഗ്രഹമാണ്.
കാരണം വിവരമില്ലായ്മ ഒരു കുറ്റമല്ല. അന്ന് ആ വിറ്റഴിക്കൽ വകുപ്പിന്റെ തലവനായിരുന്നു അരുൺ ഷൂരി. ആ അരുൺ ഷൂരി പറഞ്ഞു, അയാൾ പോലും പറഞ്ഞു നരേന്ദ്രമോദി ചെയ്തത് വിഡ്ഢിത്തങ്ങളാണ് എന്ന്. ഇതാണ് നമ്മുടെ രാജ്യത്തെ അവസ്ഥ. ഈ വിഡ്ഢിത്തം ചെയ്ത ആളുടെ തലയ്ക്ക് വെളിവില്ല എന്ന് പറഞ്ഞതാണ് ഇപ്പൊ പലരെയും വിഷമിപ്പിക്കുന്നത്. അവരുടെ തലയ്ക്കകത്ത് ഇപ്പൊ എന്താണ് ഉള്ളത് എന്നുള്ളത് പടച്ചതമ്പുരാൻ അറിയാം. ഇതാണ് പ്രശ്നം. ഇതാണ് ഇവിടുത്തെ പ്രശ്നം. ഈ രണ്ട് പദങ്ങൾ വിശുദ്ധ ഖുർആനിലും ഭഗവത്ഗീതയിലുണ്ട്. അതിൽ വിശുദ്ധ ഖുർആനിലുള്ളൊരു പദം മുനാഫിഖ് എന്നാണ്. ഈ മുനാഫിക്കുകളെ എവിടെ കൊണ്ടുവെക്കണം എന്നുള്ളതിനെ കുറിച്ച് ദൈവത്തിന് പോലും കാഴ്ചപ്പാട് വളരെ കുറവാണെന്ന് തോന്നി എനിക്ക്. കാരണം എവിടെ കൊണ്ടുപോയാൽ ആ സ്ഥലം ശരിയാക്കി തരുമോ. ഇതേ അർത്ഥത്തിൽ മറ്റൊരു പദം ഭഗവത്ഗീതയിൽ ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ പേര് മിഥ്യാചാരൻ എന്നാണ്. ഇതന്നർത്ഥം കപടവിശ്വാസി. നാട്ടുകാരെ കാണിക്കാൻ വേണ്ടി വിശ്വാസിയായിരിക്കുക, എന്നാൽ യാതൊരു തരത്തിലും ഒരു ബന്ധവും പറയുന്ന കാര്യങ്ങളുമായിട്ട് ഇല്ലാതിരിക്കുക. ഇവരെ ഉദ്ദേശിച്ചിട്ടായിരിക്കാം ഒരുപക്ഷെ യേശുദേവൻ ബൈബിളില് വെള്ള പൂശിയ കുഴിമാടങ്ങളെ എന്ന് ഒരു പദം. ഇതൊന്നും അസഭ്യമല്ലല്ലോ. കാരണം ബൈബിൾ കോട്ട് ചെയ്താൽ അസഭ്യമാവില്ല എന്ന് വെച്ചിട്ടുള്ള ഒരു ധൈര്യത്തിലാണ് ഞാൻ ആ പദം ഉപയോഗിക്കുന്നത്. എന്നിട്ട് ഈ നോട്ട് നിരോധനം ശരിയായിരുന്നോ തെറ്റായിരുന്നോ എന്ന് ആത്മപരിശോധന നടത്താൻ പറയണം. ഇവിടുത്തെ ഏറ്റവും സാധാരണക്കാരനാ ബുദ്ധിമുട്ടിലായത്. അവന്റെ കഞ്ഞുകൂടിയാ മുട്ടിയത്, അവന്റെ തൊഴിലാ മുടക്കപ്പെട്ടത്, അവന്റെ വണ്ടികളാണ് ഓടാതായത്, അവന്റെ യാത്രകളാണ് നിലച്ചത്, അവന്റെ ജീവനാണ് മരുന്ന് വാങ്ങിക്കാൻ പോലും കാശില്ലാതെ കഷ്ടപ്പെട്ടത്, അവന്റെ സഹകരണ ബാങ്കുകളിലെ നിക്ഷേപമാണ് എന്നേക്കുമായി ഇല്ലാതായത്. ഇങ്ങനെയുള്ളൊരാളെ വിവരദോഷി എന്ന് വിളിച്ചതാണ് എന്നെ തൂക്കിക്കൊല്ലാവുന്ന സഭാമര്യാദയ്ക്ക് നിരക്കാത്ത സഭ്യേതരമായ പദപ്രയോഗം എന്ന് പറയുന്ന പണ്ഡിതന്മാരോടും അവരെ അനുകൂലിക്കുന്നവരോടും നല്ല നമസ്കാരവും വിദൂര നമസ്കാരവും മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ശരീഅത്ത് സംരക്ഷണം ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള സംരക്ഷണമാണ്. അത് ഫാഷിസത്തിനെതിരായിട്ടുള്ള പോരാട്ടം കൂടിയായിട്ട് വികസിക്കേണ്ടുന്ന വിധത്തിൽ വിവരം കെട്ട വഞ്ചകനായ ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ന് നാട് വാഴുന്നത് എന്ന് നമ്മൾ ഓർക്കണം. എല്ലാവർക്കും നമസ്കാരം, സ്നേഹാഭിവാദ്യം.